ഓർക്കസ്ട്രയുടെ ലിസ്റ്റാ. ഇത് ലാസ്റ്റ് പാട്ടാ. അനൗൺസ് ചെയ്യുമ്പോൾ അവസാനം എന്റെ പേര് കൂടെ പറഞ്ഞേക്കണേ. ട്രൂപ്പ് മാനേജർ സജീവ് പട്ടാമ്പി. എന്താ സജീവ് പട്ടാമ്പി? യൂറോപ്പ് ട്രിപ്പിന്റെ വിസ നട. അതുകൊണ്ട് നിങ്ങൾക്കല്ലേ ഗുണമുണ്ട് സഹിച്ചേട്ടാ. എന്തുപറ്റി? ട്രിപ്പിന് പോകാനായിട്ട് അയച്ചത് 15 പാസ്പോർട്ടാ. ഇതിപ്പോ വിസ വന്നത് 14 പേർക്ക്. ഒരാളുടെ മിസ്സിംഗ് ആണ്. ആരടാ? കീബോർഡ് ഫ്രാൻസിസ് ചേട്ടനുണ്ട്. വയലിൻ സേവിയർ ലിൻഡോ കുണ്ടറദാസ്. വയലിൻ സെറ്റപ്പ് ഫുള്ളുണ്ട്. തുമ്പ ജോയ്. തുമ്പ ജോയും ഉണ്ട്. തബല സുരേന്ദ്രൻ ചാക്കോ. ആ വള്ളികെട്ട് ചാക്കോ കിടക്കുന്നുണ്ട്. പ്രബേന്ദു ഇലക്ട്രിക് ഗിറ്റാർ. റസാഖേ, നമ്മുടെ പ്രബേന്ദുവിനെ വിസയില്ലാത്തത്. എന്നിട്ട് ഓക്കെ ഓക്കെ, ഇനി ഞാൻ കുറച്ച് മയം കേട്ടാ. എന്താ പരിപാടി? യൂറോപ്പിലെ തണുപ്പിനുള്ള ജാക്കറ്റ് നോക്കാം. നമ്മുടെ അമേരിക്കൻ പ്രോഗ്രാമിന്റെ ജാക്കറ്റ് മൊത്തം പൂത്തുപോയി. ഇതിപ്പോ ഇന്ന് ഓർഡർ ചെയ്താലാണ് നമുക്ക് പോണേക്കാൾ മുമ്പ് ഡെലിവർ ആവും. അതെ അതെ അതെ, നമ്മുടെ റിഹേഴ്സൽ റൂമിന്റെ ബാക്കിലത്തെ മുറിയില്ലേ, അത് ഞാൻ 2 മാസത്തേക്ക് എടുക്കാണേ. ഇപ്പോഴത്തെ ഫ്ലാറ്റ് നൊടിയാണ്, അപ്പൊ സാധനമൊക്കെ ഒന്ന് വെക്കാം. അപ്പൊ നീ ഫ്ലാറ്റ് ഒഴിഞ്ഞാ എന്താണ്? അപ്പൊ എന്നോടൊന്നും ചോദിക്കണ്ടേ? ഒറ്റ സെക്കൻഡ്, ഈ OTP സെറ്റ് ചെയ്തോട്ടെ. നിക്ക് അടിക്കല്ലേ. എടാ, ഇലക്ട്രിക് ഗിറ്റാർ കട്ട് ചെയ്തു. ട്രിപ്പിൽ നീ മാത്രമില്ല. സാറിന് കോഴി പൊരിച്ചെടുക്കട്ടെ? ഇവിടുത്തെ സ്പെഷ്യലാ. കാട ഫ്രൈ ഉണ്ട്, കൂർക്കും കൂർക്കുണ്ട്. കിടുവാ. നീ ഒന്ന് പോ. അങ്ങനെ നമ്പൂരിയാ വെജ്. അതിൽ പോർക്ക് മാറ്റി കൂർക്ക മാത്രം എടുക്കാം. ചേടാ, ഇത് സദ്യ ഒന്നും അല്ലല്ലോ ഇങ്ങനെ വിളമ്പാൻ. നിനക്ക് പണം തരണ്ടേ? ഈ കുരുത്തം കട്ടോ എല്ലായിടത്തിനും പോയിട്ട് തന്നെ ചോദിക്കൂ. എല്ലാവർക്കും ഓംലെറ്റിനുള്ള ബഡ്ജറ്റിന്റെ കമ്മിയാണ്. ബഡ്ജറ്റിൽ നേരത്തെ പറയായിരുന്നില്ലേ? അത് ഈ ദോശയുടെ കൂട്ടത്തിൽ ഒരു ഓംലെറ്റും കൂടെ വെക്കുമ്പോൾ ഒരു ലക്ഷറി ഫീൽ കിട്ടുമല്ലോ. ഓംലെറ്റ് അല്ല, ഇലക്ട്രിക് ഗിറ്റാർ. ഈ സെയിം ചോദ്യം ഞാൻ അവരോട് ചോദിച്ചതാ. അപ്പോൾ ആ സ്പോൺസർ വഴിയൊരു മെസ്സേജ് അയച്ചിട്ട് നോക്കി. ചേട്ടാ, ലാസ്റ്റ് മിനിറ്റ് ഒരു ഇൻവെസ്റ്റർ വലിഞ്ഞു. ഒരാളെ കട്ട് ചെയ്താലും മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞാനാ. പ്രബേന്ദു ചേച്ചിയോട് എന്റെ പ്രത്യേകം സോറി പറയണേ. പ്രബേന്ദു ചേച്ചി അവൻ്റെ പ്രഭേ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാന്ന് കരുതരുത്. സപ്പോസ് ഇത് നല്ലതിനാണെങ്കിലോ? 2 മാസം താമസിക്കാൻ സ്ഥലമില്ലാതെ കയ്യിൽ 5 പൈസ ഇല്ലാതെ പട്ടിണി കിടക്കണോ? പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത വീട്ടിൽ നിന്നാണ്. എടാ, നിന്റെ അച്ഛനും ചേട്ടനും കൂടെ പൂജ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരംശം പോരെ യൂറോപ്പ് മുഴുവനും നിനക്ക് കറങ്ങിയിട്ട് തിരിച്ചു വരാൻ. നിന്റെ ഈഗോ കാരണല്ലേ പൂണൂല് പൊട്ടിച്ച് പാൻറ് മുറുക്കി കെട്ടി ജീവിക്കേണ്ടി വരുന്നത്. ഒരാൾക്ക് ദൈവവിശ്വാസം ഇല്ലാണ്ടാവണതും അയാൾ ഏത്തിസ്റ്റ് ആവണതും അയാളുടെ പേഴ്സണൽ ചോയ്സാണ്. അത് ഈഗോ അല്ല, അത് കോൺഫിഡൻസ് ആണ്. അല്ല പറമ്പ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് തീർന്നിട്ടില്ല. ഒരാൾക്ക് പാഷനേറ്റ് മ്യൂസീഷ്യൻ ആവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇപ്പം A.R. റഹ്മാൻ തന്നെ സേഫ് സോണും പിടിച്ച് വീട്ടിൽ ചോറും പൊതിഞ്ഞ് അടുത്തുള്ള ബാങ്കിൽ പോയിരുന്നിരുന്നെങ്കിലേ നമ്മളിന്ന് സ്റ്റേജിൽ പാടി പകുതി പാട്ടെങ്കിലും നമുക്ക് പാടാൻ പറ്റുമായിരുന്നോ? പ്രവേ, ഞാൻ നിന്നോട് തർക്കിച്ചതല്ല. ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചത് തന്നെ നിൻ്റെ ഈ പാഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ ട്രൂപ്പിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾ നീയാണ്. ഇവരാരെങ്കിലും സിനിമയിൽ വായിച്ചിട്ടുണ്ടോ? സ്റ്റുഡിയോ റെക്കോർഡിങ്ങിന് നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഇതൊക്കെ വല്ലപ്പോഴേ നടക്കുന്നുള്ളൂ. ഏതായാലും ഈ ട്രിപ്പോ ക്യാൻസലായ സ്ഥിതിക്ക് നീ നിൻ്റെ അച്ഛൻ്റെ സപ്തതി ആഘോഷത്തിന് പോകും.
നിന്റെ ഏട്ടൻ കുറെ വിളിച്ചതല്ലേ? അത് ശരിയാവൂല. അതേ, ഈ മോരടന്മാരായ അച്ഛന്മാർ ഒരു 10-70 വയസ്സൊക്കെ കഴിയുമ്പോൾ ഒരു സ്നേഹസമ്പന്നരായിട്ടുള്ള ചരിത്രമുണ്ട്. നീ ഈ സമയത്ത് കയറി സെറ്റിലാവടാ. ഫുഡ്, റെന്റ്, ഇതിൻ്റെയൊക്കെ പൈസ ലാഭിച്ചൂടെ? പിന്നെ ഫ്രീ വൈഫൈ, ഫ്രീ ലോണ്ടറി, സുഖല്ലേ? കാടമുട്ടേണ്ടാ മുട്ട ഞാൻ മുട്ട താനെ പൊട്ടക്കാണ് ഈ മുട്ടൊക്കെ വിഴുങ്ങണത്. ഇപ്പൊ കോഴിമുട്ട പോയിട്ട് കാടമുട്ടയായ മുട്ടയിലാണെന്ന് എനിക്ക് ഭക്ഷണം ഇറങ്ങൂലേ? ഹിന്ദു, നീ വരില്ലെന്നറിയാം. എന്നാലും നിനക്ക് എപ്പോൾ ഒഴിവുണ്ടെങ്കിലും ഇല്ലത്തൊന്ന് വന്നാൽ അച്ഛനത് വലിയ സന്തോഷവും. പുറമെ അച്ഛനത് കാണിച്ചില്ലെങ്കിലും വല്യച്ഛനും നിന്നെ കാണണമെന്ന് പറയണ്ട. തിരക്കാണ്, നോക്കട്ടെ. ആദി, നോ, വിൽ ഗെറ്റ് ഹേർട്ട്. എപ്പോഴായിരുന്നു? എന്ത് പാസിംഗ്? നിങ്ങൾ എന്ത് കണ്ടു? 3 വെച്ചിട്ട് പോകും കേട്ടോ. എടോ, അച്ഛന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ വണ്ടി നിർത്തിയ ഫ്ലക്സ് ഒന്നുകൂടെ മര്യാദയ്ക്ക് വായിച്ചു നോക്ക്. മരിക്കുമ്പോൾ മാത്രമല്ലോടോ ഫ്ലക്സ് വയ്ക്കുന്നത്. എന്താ തുളസി? ആ വാട്ടർ ഫിൽറ്റർ സർവീസ് ചെയ്ത് കഴിഞ്ഞാലേ വിളിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അവരോട് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ. മിനിസ്റ്റർ പോയ ഉടനെ അച്ഛനോട് പറയാം. ഇതാണ് മൂത്തയാള് ദീപാങ്കരൻ. എൻ്റെ കൂടെ ശബരിമലയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിലാണോ അച്ഛൻ്റെ കൂടെ? അല്ല, ഏത് നേരവും വിദേശത്താണ്. ഒക്കെ VIP പൂജകൾ. ഇന്ന് രാത്രി കെനിയക്ക് പോവാം. അവിടെ ദുബായി. താമസം എയർപോർട്ടിനടുത്തേക്ക് മാറ്റി. ഇതാണ് ഭാര്യ. താഴെയുള്ള ആളെവിടെ? അയാൾ വരാൻ വൈകും. നമുക്കെടുക്കാം. ആയിക്കോട്ടെ. സാർ ഇവിടെ